നമ്മളിന്ന് ഇവിടുന്ന് വെക്കേറ്റ് ആവുകയാണ്. ഇനി നേരെ റാഞ്ചിയിലേക്കാണ് പോകുന്നത്. അല്ല അപ്പം അതിന് മുന്നേ സൂര്യക്ഷേത്രമുണ്ട്, അത് തൊഴുതിന് ശേഷം ആണ് നമ്മൾ റാഞ്ചിയിലേക്ക് പോകുന്നത്. ഇന്നലെ രാത്രി കാണിക്കാൻ പറ്റില്ല, ഫോണിൽ ചാർജ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ഇതാണ് നമ്മൾ എടുത്തത്. ഒരു ആർട്ടിസ്റ്റിൻ്റെയാണ് സംഭവം. ഫുൾ എസ്തെറ്റിക് കാര്യങ്ങളാണ്, പുള്ളിക്കാരൻ്റെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് സാൻഡ് ആർട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇതാണ് പോകുന്ന വഴി. നമുക്കൊരു ചെരുപ്പൊക്കെ തരും റൂമിലിടാൻ. നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ വെച്ചേ. പിന്നെ അതേപോലെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഇതൊക്കെ ഡ്രോയിങ്സാണ്. മുകളിലേക്കും ഉണ്ട്. ഇനിയൊരു 2 ഫ്ലോറും ഉണ്ട്. ഇത് നമ്മുടെ സ്പേസാണ്, നമ്മുടെ അല്ല, ഒരു എൻട്രി സ്പേസാണ്. ഇതൊരു സിംഗിൾ ആയിട്ട് കിടക്കാനുള്ളതൊക്കെയാണ്. ഒരു കോമൺ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മൾ കടന്ന റൂം. ഒരു സിംഗിൾ ബെഡും ഒരു ഡബിൾ ബെഡും ആണ് നമ്മളെടുത്തത്. പിന്നെ ഇതാണ് വാഷ്റൂമിന് ഇതിവിടെ. പിന്നെ ഇവിടെ ചപ്പൽ ചെയ്തേ പറഞ്ഞില്ലേ, ഇതാണ് കുക്കിംഗ് ഏരിയ തന്നത്. കുക്കിംഗ് ഏരിയ ഇതായിരുന്നു. ഇത് വാഷ്റൂം കുറച്ച് ചെറുതാണ് ആക്ച്വലി. പിന്നെ വാം ലൈറ്റാണ് മിക്കതെല്ലാവരും കൊടുത്തേക്കുന്നത്. ഒരു വിൻഡോ അല്ല, ഒരു കണ്ണാടി ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് വാഷ്റൂം സെറ്റപ്പ്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പം. അപ്പോൾ ഓക്കെ, ബൈ. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ടിക്കറ്റ് കൗണ്ടർ. ഇതിനുള്ളിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം തോന്നുന്നു. ടിക്കറ്റ് 30 രൂപ എത്രയോ ആണ്. എന്നാ പിന്നെ അത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ബാക്കി പറയാം. എന്താണിത്? ഇത് സൂര്യന് വേണ്ടി, അതായത് സൂര്യനോടുള്ള ഭക്തി കാരണം ഒരു രാജാവ്, നരസിംഹദേവ രാജാവ് നിർമ്മിച്ച് സൂര്യന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം. സൂര്യഭഗവാൻ എന്ന് മാത്രമല്ല, ഈ ക്ഷേത്രം ആദ്യ കിരണങ്ങൾ ഉണ്ടല്ലോ, സൂര്യന്റെ പ്രഭാത കിരണങ്ങൾ അതിൽ വന്ന് തട്ടുന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ അടുത്തൊക്കെ എത്തുന്നത്. അതെ, അങ്ങനെയാണ്. അതാണ്, ആ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് 1984 യുനെസ്കോയില് പൈതൃക പട്ടികയിൽ വന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ ക്ഷേത്രത്തിന്. അതുപോലെ ഇതിനെ കറുത്ത പഗോഡ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. കാരണം ഇതിൽ കറുത്ത ഗ്രാനൈറ്റ് വെച്ചിട്ട് 12 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അത്ര ഈ ക്ഷേത്രം. നമുക്ക് അതുപോലെ കയറണമെങ്കിൽ ടിക്കറ്റ് വേണം. നമുക്ക് കുറെയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ക്ഷേത്രത്തിലെ കുറെ കാര്യങ്ങൾ. കാരണം കുറെ വർഷമായില്ലടാ. അപ്പൊ അതിന്റെ കാലപ്പഴക്കവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്, നാശങ്ങളും ഒക്കെ. പക്ഷെ ആ ഒരു ഇതുണ്ടല്ലോ, 7 കുതിരകൾ വലിക്കുന്ന 24 ചക്രങ്ങളുള്ള സംഭവം, അത് മാത്രമാണ് ഇപ്പോഴും നശിക്കാതിരുന്നത്. നമ്മുടെ 10 രൂപ നോട്ടില്ലേ, അതിനകത്തുള്ളതാണ് അത്. അത് നമുക്ക് അവിടെ പോയാൽ കാണാം. അതാണ് ഇതിന്റെ പ്രത്യേകത. 24 ചക്രം വരാൻ കാരണം, 24 ചക്രങ്ങൾ എന്ന് പറയുന്നത്, 7 കുതിരകൾ എന്ന് പറയുന്നത് നമ്മുടെ ആഴ്ചയിലെ 7 ദിവസമല്ലേ, സൺഡേ മൺഡേ ട്യൂസ്ഡേ, അതെ, ദിവസങ്ങളാണ് കാണിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് അതാണ്. അത്ര ബ്രില്യൻ്റ് ആയിട്ട് അവർ ചെയ്തിരിക്കണമെന്ന് ആലോചിച്ച് നോക്കാം. ആ കാലഘട്ടത്തിൽ പോലെ തന്നെയാണ് 24 ചക്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂർ എന്നാണ്. ആ ചക്രങ്ങളിലെ ഓരോതും നമ്മുടെ ഓരോ മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ അടുത്ത് ഇപ്പൊ കടല് കണ്ടില്ലേ നീ വരുമ്പോ, ഈ കടലില് ഇതിന്റെ ഇതില്ലേ, അവിടെ ഒരു കാന്തം വെച്ചിട്ടുണ്ട് മുകളില്. ആ കാന്തം കടലിലുള്ള കപ്പലുകളെ ആകർഷിക്കുന്നതാണ് ആ കാലഘട്ടത്തിൽ പറയപ്പെടുന്നത്. അന്നിങ്ങനെ വാഹനങ്ങളൊന്നും അല്ലല്ലോ ഈ വഴിയിലൂടെ, ഇതൊക്കെ കടലല്ലേ. 2 തരം ടിക്കറ്റ് ഉണ്ടമ്മേ. ഒന്ന് ഓൺലൈനും അല്ല, ഒന്ന് ഓഫ്ലൈനും ഒന്ന് ഓൺലൈനും. നമ്മളിപ്പോ ഇതിലേതാ? അതറിയില്ല, ചേട്ടൻ അവിടെ നിന്നിട്ട് ഓൺലൈൻ എടുക്കും. താജ്മഹൽ പോയപ്പോ അങ്ങനെയല്ലേ ചെയ്ത്. ശരി, ഇവിടെ അങ്ങനെ സംഭവം ഉണ്ട്. ഓൺലൈൻ ആണെങ്കിൽ 20, ഓഫ്ലൈൻ ആണെങ്കിൽ 25. അങ്ങനെ എന്തോ ഉണ്ട്. ഇപ്പൊ അത് ഏതെടുക്കുന്ന അറിയില്ല. ഏതായാലും അകത്ത് പോകണമെന്നേ. കൊത്തുപണികൾ കേട്ടിട്ട് ഞാൻ. അതെന്താന്ന് വെച്ചാ അതിനുള്ളിൽ കയറിട്ട് പറഞ്ഞാൽ മതി, കാണിച്ചിട്ട് പറയാല്ലേ. അതെ, അല്ല അതപ്പോ പറഞ്ഞു. മുകളിലൊക്കെ ഇരിക്കുന്നത് സിംഹമാണ്. നിറയെ ഒരുപാട് കൊത്തുപണികൾ, മൃഗങ്ങളുണ്ടല്ലോ ഒരുപാട്. പിന്നെ ദേവന്മാര്, കുതിരകള്, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ. അമ്മ എന്തോ തട്ടി കളിക്കണ്ട.
അല്ലേ എൻ്റെ അമ്പലം എങ്ങനെയുണ്ട്? അതിന് കണ്ടില്ലല്ലോ. കണ്ട ഇനി ഇതല്ല കാണാൻ കാഴ്ചകൾ ഇനിയുണ്ട്. 10 രൂപയുടെ നോട്ടുണ്ട് കയ്യിൽ കാണിച്ചു. ആ ഉണ്ട് 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 ഉണ്ട്. എന്നാ പിന്നെ അതിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. എൻ്റെ മൊബൈലിൽ അല്ല പേഴ്സിലുണ്ട് പൈസ ഇല്ലാതെ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മാപ്പ്. അതെ സൺ ടെമ്പിൾ നടുവിലുണ്ട്. ചാണക്യദേവി ടെമ്പിൾ വരും. ഇത് വ്യാളിയാണ് അച്ചു. ഇതിനെ സൂചിപ്പിക്കുന്ന വ്യാളി, ആന, ആമ. ഒന്നുകൂടി പറയൂ. ഏറ്റവും മേലുള്ളത് വ്യാളിയാണ്. വ്യാളി അതിൻ്റെ ആയിട്ട് അടിയിലുള്ളത് ആന. ഇതുണ്ടോ മനുഷ്യൻ കണ്ടോ? എവിടെ? മനുഷ്യനെ ഇതാണ് മനുഷ്യൻ. മനുഷ്യനെ ആന പിടിക്കുകയാണ്. നമ്മുടെ അഹങ്കാരത്തെയാണ് പറയുന്നത്. ഞാനെന്ന ആ അഹങ്കാര ഭാവത്തെയും അഹങ്കാരത്തെയും വ്യാളി ആനയും തകർക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഭാവം. 3 ഭാവത്തിലാണത്. മനുഷ്യന്റെ അഹങ്കാരവും ഞാനെന്ന ഭാവവും ഉണ്ടല്ലോ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ വ്യാളി എന്ന് പറയുന്ന ഒരു മൃഗമാണ്. ഓരോരുത്തരുടെ കലാരൂപങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. മൃദംഗങ്ങളും മദ്ദളം അങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ട്. ഡാൻസ് കളിക്കുന്നു. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ നർത്തകിയാണത്. നമ്മൾ നോക്കിയാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കണ്ടോ. കുറേവരുടെ ഫേസ് ഒക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതല്ലേടാ. ഇതെല്ലാം ദേവന്മാരുടെയാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം കണ്ടോ, കുട ചൂടിയിട്ടുള്ളത്. ഇത് കണ്ടോ, കുട ചൂടിയിട്ടാ? അതാ മേലല്ലേ. ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും നോക്കാം മുകളിലുള്ള ചിത്രങ്ങളിലൊക്കെ ആ ഒരു ഭംഗി നോക്ക്. കണ്ണൊക്കെ നോക്ക്. കണ്ണും മൂക്കും ഒക്കെ എത്ര ഭംഗിയായിട്ടാണ് കിട്ടിയിരുന്നത്. ഇന്ന് പല വിഗ്രഹങ്ങളുടെയും നോക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതിന് ഇത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല. ഇത്ര ഭംഗിയായിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ്. ചക്രം. ഇതാ 1 ചക്രം, 2 ചക്രം. അവിടെ ചക്രങ്ങൾ ആണ് 10 രൂപയുടെ നോട്ടിലുള്ളത്. നമ്മുടെ 10 രൂപയുടെ നോട്ടിലുള്ള അതേ ചക്രമാണ് ഇത്. സിംഗിളായിരുന്നു. അത് ദേവന്മാരായിരുന്നു. ഇത് രതിശില്പങ്ങളാണ്. മനുഷ്യന്മാരുടെ ജീവിതവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഇതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. കാണുന്നുണ്ട്. അല്ല ഇതല്ല ഓരോ സമയങ്ങളല്ലേ ഈ ക്ലോക്ക് പോലെ. പറഞ്ഞല്ലോ അത് ഈ ഇതിൽ തട്ടുന്ന സൂചിയിൽ വെയിൽ തട്ടുന്നതിനനുസരിച്ചാണ് സമയങ്ങളെ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ആളുകൾ. എത്രയുണ്ട് സമയം? തണല് നോക്കി നിൽക്കുന്ന അമ്മൂമ്മ. നല്ല സുഖമുണ്ട്. അത് കല്ലായതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇവിടെയാണ് കുറച്ച് തണലുള്ളൂ. ഇല്ല ഇവിടെയല്ലേ കുറച്ച് തണലുള്ളൂ. ഒരു മരമൊക്കെ ഉണ്ട്. മാങ്ങയുണ്ടോ? മാങ്ങയുണ്ട് ഇവിടെ. ഞാൻ കണ്ടില്ല കേട്ടോ. ഇപ്പൊ കണ്ടു. പക്ഷെ ഇവിടെ ആ ഭാഗത്തെക്കാട്ടിലും കുറച്ചും കൂടി ശില്പങ്ങൾ കാണുന്നു. കാരണം എന്താ പറയാ, ഇവിടെ വെയിലുള്ളതുകൊണ്ട് കൊള്ളണ്ടേ തോന്നുന്നു. എന്തൊക്കെ വൃത്തിയിലിരിക്കണം. മനുഷ്യനെ തകർക്കാൻ ആന, ആനയെ തകർക്കാൻ വ്യാളി. ഇപ്പുറത്തൊക്കെ പൊട്ടിയിരിക്കണം വായ. വലിയ വ്യാളി. ഒരുപാട് കാലം ഇത് നിലനിൽക്കുന്നുള്ള വിശ്വാസമൊന്നും വേണ്ട.
ഇത് കാണാനൊക്കെ നല്ല രസമുണ്ടല്ലോ, കാണാനൊക്കെ നല്ല രസം, കാണാനൊക്കെ ഗംഭീരാണ്. പക്ഷെ തണലിൽ നിന്ന് കാണണം, നല്ല രസം തോന്നുന്നു, ഇല്ലെങ്കിൽ നമ്മള് രസമാവും. കൊണാർക്കിൽ വന്നിട്ട് തണൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ചിലപ്പോൾ. അല്ല ഉണ്ട്, സൂര്യഭഗവാനെ കാണണം പറഞ്ഞ് സൂര്യൻ കൊള്ളുന്നുണ്ടോ, അല്ല വെയിൽ കൊള്ളുന്നുണ്ടോ? എന്താന്ന് വെച്ചാൽ ഇനി ഇത് ഒരുപാട് കാലം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരുപാട് വർഷം നമുക്ക് ഈ കൊണാർക്ക് ക്ഷേത്രം കാണാൻ പറ്റുന്ന വിശ്വാസം എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ പല പല പ്രതിമകളും അതിൽ ചെറിയ ചെറിയ വിഗ്രഹങ്ങളും മൈലൂട്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട്. സമുദ്രത്തിൻ്റെ കാറ്റോ ഉപ്പിൻ്റെയൊക്കെ ആവാം, എന്തുകൊണ്ടോ, അല്ലെങ്കിൽ ഇത്രയും വർഷം അത് നിന്നു അതിന് ശേഷം അത് എന്തൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രം. പക്ഷെ എന്നാലും അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇത് ഓരോ വർഷം നഷ്ടപ്പെട്ട് കാലക്രമേണ ഇതൊരു അവശിഷ്ടമായി മാറും. അവിടെയും ഇവിടെയും ഉണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയോ. നമ്മൾ ആ ഫോർട്ട് കണ്ടമാതിരി, ആ വാരഗൺ ഫോർട്ട് കണ്ടില്ലേ നമ്മളവിടെ, അതേപോലെയാവും. കാരണം പീസ് പെറുക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് നോക്കിയിട്ട് ഇത് ഇന്ന കാലത്തെയാണ് എന്ന് പറയാന്നാണ് അടുത്ത ജനറേഷനിൽ പറ്റും. പഴയ കാലഘട്ടം. അല്ല, ഇനി അങ്ങനെ പറയുക മാത്രമാണ് നമുക്കും വഴിയുണ്ടാവുക കുറച്ച് കാലം കഴിഞ്ഞ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ ഉള്ള ഒരു ഏക ആശ്രയം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വീഡിയോസും ഒക്കെ കാര്യങ്ങൾ കിട്ടുമ്പോൾ അടുത്ത തലമുറകൾക്കൊക്കെ ആ വീഡിയോയിലെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ ഒന്നുണ്ട്, നമ്മുടെ ഭാരതത്തിലാണ് എന്ന്, അതിൽ നമ്മളും ഉണ്ട് എന്ന് നോട്ടിൽ കാണുമല്ലോ. അല്ല അങ്ങനെ ഫോട്ടോസും വീഡിയോസും മാത്രമാവും ചിലപ്പോൾ ഒരു ഫിനിഷിങ്ങോട് കൂടി ഉണ്ടാവാൻ പോകുന്നത്. മറ്റേതാ വെറും അവശിഷ്ടമായിട്ട് മാറുന്ന എനിക്ക് തോന്നുന്നത്. ദുഃഖമുണ്ട് അങ്ങനെ പറയുന്നതിൽ. പക്ഷെ എന്താ ചെയ്യുക, സത്യം അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മളുടെ ഇവിടുത്തെ കാഴ്ചകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ വൈകുന്നേരം അതെ, രാവിലെ ഏറ്റവും നേരത്തെ വരുന്നതും അതുപോലെ തന്നെ വൈകുന്നേരമാണ്. സൂര്യൻ ഈ രഥത്തിൽ പോകുന്ന പോലെയുള്ള രീതിയിൽ അത്ര ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതെ അതെ, സൂര്യഭഗവാൻ ഇരിക്കുന്നത്. എന്തായാലും വീഡിയോ ഈ വീഡിയോ ഇപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇൻട്രോ പറഞ്ഞതേ ഇല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരെ വീഡിയോയിലേക്കാണെന്ന് പോയത്. അപ്പോൾ ഈ സൂര്യക്ഷേത്രം കണ്ടുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് ഞാൻ ഇപ്പോഴാണ് പറയാൻ പോകുന്നത്. പറയാൻ മറന്നുപോയി, സാറില്ല, ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം തീർന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റാഞ്ചിയിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞു വെച്ചു. ഇവിടുന്ന് നമ്മൾ ഇനി അടുത്ത തീരുമാനങ്ങൾ കമ്മിറ്റിക്ക് അതെ അതെ. അപ്പോൾ ഇപ്പം ഇനി അങ്ങോട്ടാണ് അത്ര പോകണം. ഇന്ന് അവിടെ സ്റ്റേ, അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായിട്ടല്ല, അവിടെ സ്റ്റേ ആണെന്നാണ് പറഞ്ഞത് അല്ലേ. അവിടുന്ന് നേരെ വാരണാസി. നമ്മളെന്ന സത്യം തേടി പോവുകയാണ് അല്ലേ. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അതെ അതെ, അവനാണ് അത് കൂടുതൽ ആഗ്രഹമായിട്ടുള്ളത്. പിന്നീടാണ് ഞാനതൊരു ഇതായിട്ട് സ്വീകരിച്ചത്. അപ്പോൾ എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഒന്ന് തിരിച്ചറിയാം അല്ലേ. ഓക്കെ ബൈ. ഓക്കെ ബൈ, ടാറ്റാ. ഒരു എന്താ പറയുക, ഉൾഗ്രാമത്തിൽ കൂടെ ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ കൂടെ പോകുന്നുണ്ട്. നമ്മളിവിടെ NH വണ്ടി ഒന്ന് കൂൾ ഡൗൺ ആക്കാൻ, നല്ല ഓട്ടോ ഓടിയുണ്ട്, ഒന്ന് കൂൾ ഡൗൺ ആക്കാൻ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കുക്കിംഗ് പരിപാടി നോക്കാറുണ്ട്. കാറ്റുണ്ട്, അതുകൊണ്ട് പായ പിടിച്ച് നിൽക്കുന്ന രണ്ടുപേരും കത്തിക്കാൻ ശ്രമിക്കുന്ന അച്ഛൻ. കത്തുമില്ലേ എന്നുള്ളത് കണ്ടത്. കത്തിയുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ പായ പിടിക്കാൻ പറയും, അതുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പായ പിടിച്ചിട്ടുണ്ട്. പുളിയോദര മിക്സ് ഒന്ന് കാണിക്കും. നമ്മൾ ഏതൊക്കെ കൊണ്ടുവന്നിട്ട് പുളിയോദര മിക്സ്, പിന്നെ ടൊമാറ്റോ റൈസ്, ഇത് ലെമൺ. ഏതിൻ്റെയാണ്? നാട്ടുകാർ ആനന്ദ ഭവൻ അവിടെ നിന്ന് ടൊമാറ്റോ. ഇതൊക്കെ ഇൻസ്റ്റൻ്റ് ആണ്, ജസ്റ്റ് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇടുന്നുണ്ട്. ഇടുമ്പോൾ കാണിച്ചു തരാം. ഇത് ടൊമാറ്റോ തൊക്കോ, പുളിയോദര മിക്സ്. ഇതൊന്നുമില്ല, നമ്മുടെ ചീനച്ചട്ടിയിൽ ജസ്റ്റ് എണ്ണ ഒഴിക്കുക, നല്ലെണ്ണ ഒഴിക്കണ്ടേ, നല്ലെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഞാൻ കുറച്ച് കടലയും കൂടി നമ്മുടെ വക ആഡ് ചെയ്യാറുണ്ട്. അതിനകത്ത് എല്ലാം ഉണ്ട്, പക്ഷെ പോയാൽ കുറച്ചുകൂടി ഇടും.
ചോറ് മിക്സ് ചെയ്യും. വത്തക്കുഴമ്പ് എടുത്തതുകൊണ്ട് വേറെ ഏതോ ഒരു ഇതിലാണ് പട്ടേക്കുന്നത്. വത്തക്കുഴമ്പ് സൂപ്പറാണ്. ഇതേപോലെ തന്നെ വത്തക്കുഴമ്പ് സൂപ്പറാണ്. ഇത് രണ്ടും കഴിച്ചിട്ടില്ല. വത്തക്കുഴമ്പ് സൂപ്പറാണ്. പക്ഷെ അപ്പൊ എന്തറിയോ, കൂട്ടാൻ്റെ ആവശ്യമില്ല. പക്ഷെ എരിവും പുളിയും എല്ലാം ഉണ്ട് ഈ കറികളിലൊക്കെ. അതുകൊണ്ട് ഇൻസ്റ്റന്റ് ആണ്. ചോറ് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ തൈര് വാങ്ങി വെച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വണ്ടിക്ക് റെസ്റ്റ് വേണം പറഞ്ഞു. എന്നാ ശരി, എന്നാ പിന്നെ നമുക്ക് റെസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചു. നമ്മളെ ലൈഫിൽ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നതാണ് റോഡിൽ. ചോറാവോ ഏരിയ ആയതുകൊണ്ട് ചോറാവോ എന്തായാലും വിസിൽ വന്നു. 10 മിനിറ്റ് വേണ്ടി വന്നിട്ടില്ല. വിസിൽ വന്നു. അപ്പൊ ഇങ്ങനെയും ചോറ് വെക്കാൻ മനസ്സിലായില്ലേ? 3-4 മതി. റോഡ് സൈഡ് കുക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? സാധനം പൊട്ടിച്ചു. ഓയിലുണ്ട്, എന്തായാലും കുലുക്കിയിട്ടില്ല. കുലുക്കണം. ചോറ് ഒന്നും ചെയ്യാല്ല, ജസ്റ്റ് അതിനകത്തേക്ക് ഇടാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അത് ഇളക്കിയും കൂടി തന്നെ കുറച്ച് സൗകര്യം. അതിന് ചോറില്ലാണ്ട് അവർക്ക് ഇളക്കാൻ പറ്റും. എന്നാ പിന്നെ അതിലിടും. പോരാ, ഞാനും അതാ പറഞ്ഞു. സീറ്റ് കളയാണെങ്കിൽ അതിലത്തേക്കൊന്ന് തീർക്കണമല്ലോ. ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് പ്ലേറ്റ് ആയിട്ട്. റോഡിലൊന്നും കഴിക്കാനൊരു രസമല്ല. മാറും വഴിന്ന് മാറൂ. അയ്യോ, യെസ്, റെഡി. ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അയ്യോ, വല്ലാത്തൊരു സൗണ്ട് ആയി. കഴിച്ചു വയ്ക്കാം. ചൂടുണ്ടോ അറിയില്ല. ചൂടൊന്നും ഇല്ല. എരിവുണ്ട്. ഉപ്പ് വേണോ ഇനി? ലേശം. അപ്പോൾ പരിപാടിയായി. നമ്മളപ്പോൾ ഇനി കഴിക്കാൻ മിനിറ്റിനുള്ളിൽ കഴിക്കലും ആവുകയാണ്. കഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ബ്രേക്ക് പറഞ്ഞപ്പോൾ വിചാരിച്ചു എന്നാൽ ശരി ഇവിടെ കഴിച്ചളയാ വിചാരിച്ചു. എല്ലാവർക്കും തോന്നി ഇനി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നിയില്ല. എനിക്കും ചോറ് ഇപ്പോൾ കഴിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ അവർ രണ്ടാളും കഴിക്കില്ല കേട്ടോ. ആണെങ്കിൽ നിങ്ങൾക്ക് അത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അവർ രണ്ടുപേരും കഴിക്കാതെ ഇപ്പൊ അവിടെ നമശിവായ ചെല്ലുണ്ടാവും. ഇവരുടെ കഴിക്കുമ്പോൾ നോക്കിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കഴിക്കുന്നു. അപ്പൊ നീ കഴിക്കുമ്പോ ഉപ്പ് കിട്ടും. എല്ലാം തക്കാളിത്തൊക്കെ നല്ല പുളിപ്പുണ്ട്. ആർക്കും പ്ലേറ്റ് കൊടുക്കില്ല പറഞ്ഞ് നിൽക്കുന്നുണ്ട്. എല്ലാ പ്ലേറ്റും ഒരേപോലെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടും എന്താണ് സമാധാനമായിട്ട് കഴിക്കും. അതെ, സമാധാനമായിട്ട് കഴിക്കും. നമ്മൾ കഴിക്കുന്ന അഭിപ്രായം പറയും. എങ്ങനെയുണ്ട്? ചിപ്സ് എൻ്റെ കയ്യിലാണ്, ഞാൻ കൊടുത്തിട്ട്. അപ്പോൾ ഓക്കെ, ബൈ. പരിപാടി കഴിഞ്ഞു. പാക്കിങ്ങിലാണ് അവിടെ. ഞാൻ നേരത്തെ വണ്ടി കയറിയിരുന്നു. ഇവിടെ പാക്കിങ്ങിലാണ്. ഓരോ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നു. അല്ലേ അമ്മേ? ആ കണ്ണടപ്പ് വീഴും മൂക്കത്ത്. അപ്പോൾ നമ്മളൊരു ചായ, മട്ക ചായ, ഇതിലൊരു ചായ കുടിച്ചു. 10 രൂപ ചായ. അങ്ങനെ നമ്മളൊരു വൈറ്റ് പോയിന്റിലെത്തി. വൈറ്റ് പോയിന്റ് ഇതിനോട് ചേർത്തിട്ടാണ് 10 രൂപ. നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് കുടിച്ച് കളയാതെ അത് എടുത്തിട്ട് വന്നു. എമ്പളൊക്കെ ഇവിടുന്ന് റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ കൊൽക്കത്ത എത്തും. നേരെ പോയാൽ വെസ്റ്റ് ബംഗാൾ എത്തും. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ജാർഖണ്ഡ്, നമ്മുടെ ജംഷഡ്പൂർ, റാഞ്ചി അങ്ങോട്ട് പോകും. ഇവിടെ ഫുൾ വേസ്റ്റാണ്. അത് കാര്യമാക്കണ്ട. ധോണിയുടെയൊക്കെ സ്ഥലം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഒറീസ ടു ജാർഖണ്ഡ് പോകുന്ന വഴിയാണ്. കഴിഞ്ഞ ഏകദേശം 1 മണിക്കൂർ, കഷ്ടി 1 മണിക്കൂറായിട്ട് നമ്മളൊരു കാട് എന്ന് പറയാം. അപ്പുറത്തും ഫുള്ള് കാടാണ്. അവിടെ
അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. നമ്മളിങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് ആ വൈകുന്നേരം ഇരുട്ടാവുന്നതിന് മുന്നേ ഇവിടുന്ന് ഇറങ്ങാനാണ് ഈ പോക്ക് പോകുന്നത്. അപ്പോൾ മാക്സിമം ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം അതെ NH18 ആണ് ഇത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഈ വഴി കൂടെ വരുന്നവർ കഴിവതും രാത്രി യാത്ര ഒഴിവാക്കിയിട്ട് വരിക. പകൽ സമയം വെളിച്ചുള്ള സമയത്ത് വരാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ജാർഖണ്ഡ് എത്തി. ഫസ്റ്റ് പെട്രോൾ അടിക്കാൻ നിന്നു. ഇവിടെ പെട്രോളിന് റേറ്റ് 98.48 98 രൂപയുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫുൾ ടാങ്ക് അടിക്കാൻ വിചാരിച്ചു. അങ്ങനെ 6ാമത്തെ സ്റ്റേറ്റ് കയറി. അതെ അങ്ങനെ 6ാമത്തെ സ്റ്റേറ്റിലേക്ക് എത്തിയതിന്റെ സന്തോഷം. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഞങ്ങളിവിടെ ഭയങ്കര ഗംഭീരമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ വരുന്നില്ലാന്നേ ഉള്ളൂ കേട്ടോ. സക്സസ്ഫുള്ളി നമ്മൾ അങ്ങനെ 6ാമത്തെ സ്റ്റേറ്റും എത്തി. ഈ ഹോട്ടലാണ് നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേഴ്സണൽ പാർക്കിംഗ് ഒക്കെ കിട്ടി, പക്ഷേ പോരാ, വലിയ സുഖമൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞു, പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ രാത്രി, അതായത് ഇന്നലെ എന്ന് പറയുന്നത് ഞാൻ രാവിലെയാണ് ഇപ്പോൾ വീഡിയോ എടുക്കണത്. രാത്രി ഒരു 12 മണിയൊക്കെ ആയി ഇവിടെ വന്ന് കയറിയപ്പോൾ. അപ്പോൾ പിന്നെ അതിനൊന്നും നടന്നില്ല. ഇപ്പോൾ രാവിലെ ഇത് ഇറങ്ങുകയായി. അടുത്തുനിന്ന് നമ്മൾ വാരണാസി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിന് കൂടുതൽ സമയമൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുത്തെ പരിപാടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പോണ വഴി എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണാം. വാരണാസി എത്രയും പെട്ടെന്ന് എത്തിയാൽ അത്രയും സന്തോഷമുള്ളൂ. ഹോളി കാരണം എല്ലാം ഇവിടെ ബന്ധമാണ്. ഇന്ന് ഹോളി ആയതുകൊണ്ട് കണ്ടോ, നോക്ക അവരെ കാണിച്ചു കൊടുക്ക്. ഹോളി മൂപ്പരുടെ മുഖത്ത് ഇത്ര നേരം ചന്തക്കാരനായി ഇരുന്നതാണ്. ഇപ്പൊ ഹോളി ആയിട്ട് ആരൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്ന് തേച്ചിട്ട് പോയതാണ്. ഇന്നലെ തന്നെ ഹോട്ടലുകാർ പറഞ്ഞിരുന്നു ഇന്ന് ഫുള്ളും പൂരാ ബന്ധാണ് പറഞ്ഞു. അതായത് ഫുഡും കിട്ടില്ല, ഒന്നുമില്ല, ആളുകളെല്ലാം ഹോളി ആഘോഷിക്കുകയാണ് പറഞ്ഞു. അതുകൊണ്ടാണ് മെയിനായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ തന്നെ കാരണം പട്ടിണി കിടക്കണ്ട വെച്ചിട്ട്. ചിലപ്പോൾ ഒരു ചായയും കൂടെ കിട്ടിയില്ലെങ്കിലോ വഴിയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര ആഘോഷത്തിൽ. ഫസ്റ്റ് താള് കടയിൽ എല്ലാം ഉണ്ട്. മറ്റേ സ്പ്രേയും മുഖംമൂടി. ഒരാള് തലയിൽ എന്തൊക്കെ ഇട്ടിട്ട്, പുള്ളിക്കാരൻ വെള്ളമൊക്കെ ഇട്ട് ഫുള്ള് കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരൻ മാത്രം നീറ്റായിട്ട് പോയി. ഇതാ പോണു വേറൊരാള് ഫുൾ മുഖംമൂടിയും എല്ലാ കാര്യങ്ങളും, ഷർട്ടില്ല. ഫുൾ ഷോപ്പുകളും അവധിയാണ്. ആകെ ഉള്ളത് മറ്റേ എന്താ പറയുക, ഈ സാധനങ്ങൾ ലൈറ്റ് അടിക്കുന്ന സാധനങ്ങൾ. ഇതാ ഓരോരുത്തർ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നത്. ചിക്കനും മട്ടണും മേടിക്കാൻ. എൻ്റെ അമ്മി മട്ടൻ വാങ്ങാനും ചിക്കൻ വാങ്ങാനുള്ള തിരക്കാണത് റോട്ടിൽ. എല്ലാരും കളറൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വണ്ടി ഇവിടെ എത്തുമ്പോഴേക്ക് കൊലത്തിൽ എത്തുമോ. നമ്മളങ്ങനെ റാഞ്ചിയിൽ നിന്ന് വാരണാസിക്ക് പോകുന്ന വഴിയിൽ ഫസ്റ്റ് ആദ്യത്തെ ടോളെത്തി. ഇന്നത്തെ ദിവസത്തെ ഇതെന്താ തിരക്ക് കുറവാണ്, ഹോളി ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ. ടാറ്റയൊക്കെ കാണിച്ചു. അതെ. നമ്മൾ ഈ പോകുന്നത് ഡൽഹി കൊൽക്കട്ട റോഡാണ് പോകുന്നത്. ഹൈവേ ആണ്. അതിൻ്റെ ഹൈവേ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ ഓരോ സ്റ്റേറ്റും കൂടെ മാറി കയറി പോകാൻ പറ്റുന്നത്. സ്വാഗത് ഹേ, താങ്ക് യു. നമുക്കൊരു ഭരണി പോലത്തെ സാധനത്തിൽ ചായ കിട്ടി. ഉത്തർപ്രദേശ് ചായയൊക്കെ അടിപൊളിയാണെന്നാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടതാണ്. ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അവർക്കുള്ള ചായ ഇവിടുന്ന് കൊണ്ടുപോകണം. നമ്മളതിനാദ്യം ചായ കുടിക്കും. സൺസെറ്റ് വിത്ത് ചായ. വാരണാസിത്തെ ചായ അത്ര ഏറ്റവും ബെസ്റ്റ് ചായ എന്നാണ് ആ കടക്കാരും അവിടെ നിന്ന് പറഞ്ഞില്ല. ഒരു ബൈക്കുകാരൻ പുള്ളിക്കാരൻ ഫുൾ ഹെൽപ്പ്. നമ്മ ചായ കുടിച്ചാൽ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് മധുരം പോരാ പറയുന്നത്. നോർമലി അമ്മയ്ക്കൊന്നും മതിയാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മധുരം വളരെ കുറവ് മതി ചായയില്, അല്ലെങ്കിൽ സ്വീറ്റ്സ് കഴിച്ചാൽ. നമ്മള് വാരണാസിയിലെ ഇടയിലൂടെ, അതായത് ഹൈവേ ഒക്കെ കഴിഞ്ഞ് സാധാരണ റോഡിലൂടെ, അതെ, അവരുടെ ഗല്ലിയിലൂടെ പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഇത്രയും ആളുകളെയൊക്കെ കാണുന്നത്. ഇത്ര നേരം ആളുകളെ ഒന്നും കണ്ടില്ലായിരുന്നു. മനുഷ്യന്മാരെ കാണുമ്പോഴാണ്. നമ്മളങ്ങനെ നമ്മുടെ വീട് ആ ഏരിയയിലേക്ക് എത്തി. ഇവിടുത്തെ പുള്ളിക്കാരന് മലയാളം കേട്ടാൽ മനസ്സിലാവും, പക്ഷേ പറഞ്ഞറിയില്ല. നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് ഏരിയ ഉണ്ട്.
ഇനി നമ്മൾ റൂം നോക്കിയില്ല, റൂം നോക്കാൻ പോവുകയാണ്. റൂം പോകുന്ന വഴിയാണ് ഗൈസ്. ഈ പുള്ളിക്കാരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് റൂട്ടും കൂടെ ആക്കിയത്. ഭയ്യാ ഹായ് ബോലോ, ഹായ് ബോലോ. आपका नाम? വിനോദ് യാദവ്. ഈ പുള്ളിക്കാരാണ് നമ്മൾ ഇവിടെ എത്തിച്ചത്. ചെരുപ്പ് പുറത്ത് നമ്മുടെ റൂം. അവിടെ കണ്ണാടി ഉണ്ട്, ഒരു വലിയ ബെഡുണ്ട് ഇവിടെ. ഇവിടെ ചെറിയൊരു ബെഡ് സിംഗിള്, പിന്നെ വാഷ്റൂം ഉണ്ട്, നോർമൽ ഡോറാണ്. ഈ റൂമിൽ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ എ സി നമ്മുടെ മെയിൻ സാധനം എ സി ഉണ്ട്, കുറേ കബോർഡ്സ് ഉണ്ട്, ഓക്കെയാണ്. നമ്മളിനി റൂമിൻ്റെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. അപ്പോൾ ബാക്കി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇനി ഡൈനിങ് ചെയ്യാറുണ്ട്. നമുക്ക് ഒരു അടുക്കള എന്നുണ്ട്. ഇതാണ് അടുക്കള. അടുക്കള ഞാൻ കാണിച്ചു തരാം. ഇതാ തോരിടാനുള്ള സാധനം തന്നിട്ടുണ്ട്. നല്ല സർവീസ് ഇട്ടാ പുള്ളിക്കാരൻ. ഫുൾ വാഷിംഗ് മെഷീൻ കേടായി പറഞ്ഞു പുള്ളിക്കാരൻ. അപ്പോൾ പുള്ളിക്കാരൻ വേഗം എന്താ പറയുക, ഇവിടെ തുണി അലക്കുന്ന ഒരാളെ സെറ്റ് ചെയ്ത് തരാം, നിങ്ങൾക്ക് തുണി അലക്കാൻ വേണ്ടി തുണി അവരുടെ അടുത്ത് കൊടുത്താൽ മതി, അവർ അലക്കി തരുന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ. ഫുൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. റൂം വന്നപ്പോൾ ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ റൂമിൻ്റെ അവസ്ഥ. എല്ലാ ചണ്ടി ഭണ്ഡാരങ്ങളും നമ്മൾ ആ കാറിൽ നിന്ന് എടുത്തു. കാർ ഇപ്പോൾ ഏകദേശം 2 അടി പൊങ്ങി കിടക്കുകയാണ്, അത്രയ്ക്ക് കാനമാണ്. അതെ, ലേശം കൂടിയിട്ട് തോന്നുന്നു. ഇത് അമ്മൂമ്മയൊക്കെ ഇവിടെ പ്രിപ്പറേഷനിലാണ്. ഇവിടെ ഫുൾ അലങ്കോലപ്പെട്ടു പറഞ്ഞ് ചീത്ത അറിയാണ്. എടുത്തിട്ട് വന്നത് ശരിയായില്ല, അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കലാണ് ഈ പരിപാടി. നമ്മുടെ വണ്ടി നാളെ ഒന്ന് സർവീസിന് കൊടുത്താൽ കൊള്ളാന്നുണ്ട്. കാരണം നമ്മൾ വണ്ടിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, പക്ഷെ വണ്ടിയുടെ ഉടമസ്ഥൻ ഏത് നേരം നോക്കിയാലും വണ്ടി അയ്യോ എന്റെ വണ്ടി ഇത്രയും സാധനം വെച്ചിട്ട് ആ വണ്ടി ആദ്യമായിട്ട് വരികയാണ്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ആ വണ്ടിയാണ് ഫാമിലിയിലെ ഏറ്റവും വലിയ മെമ്പർ. മൂപ്പരുടെ ഫേവറേറ്റ് അതാണ്. എന്തൊക്കെയോ അവിടെ എന്തൊക്കെയോ പെറുക്കിട്ട് വരികയാണ്. ലാസ്റ്റുള്ള എന്തൊക്കെയോ ഞാൻ ഇവന് കളിയാക്കിയാലും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ അതങ്ങനെയാണ്. അപ്പൊ നാളെ ടാറ്റക്കാരെ വിളിക്കണം, സർവീസിന് കൊടുക്കണം, അതൊന്ന് ചെക്ക് ചെയ്യിക്കണം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ് അവിടെ. അല്ലാണ്ട് ബാക്കിയുള്ളവർക്ക് ഇത്രയും അഴിച്ചു വെച്ചിട്ട് തിരിച്ച് റീസെറ്റ് ചെയ്യണ്ടേന്നൊക്കെ ഞാൻ ചോദിച്ചു. കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ, എന്തിനാ അത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പറഞ്ഞു. ആ ഭാഷ ഏതാന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ വേണ്ട പറയുന്നില്ല വിചാരിച്ചിട്ട് ഞാൻ വിട്ടു. കാരണം അത് അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കച്ചറയിൽ നിന്ന് അവസാനിപ്പിക്കും. അതെ അതെ അതെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യല്ലേ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ ഇനി ഗുഡ് നൈറ്റ്. ബാക്കി നാളെ രാവിലെ 5:30 അപ്പൊ ഓക്കെ. അപ്പൊ ബാക്കി നാളെ വീഡിയോ 5 മണിക്കാണ് വരുന്നത്. എടുക്കുമെന്ന് അറിയില്ല, എടുത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ചിലപ്പോ അവിടെ എത്തിയിട്ടായിരിക്കും നമ്മൾ എടുക്കും. അയ്യോ വീഡിയോ എടുക്കണമല്ലോ ക്യാമറ ചോദിച്ചിരുന്നു. അപ്പൊ 2 ഫോണൊക്കെ എടുത്താൽ മതി, അത് കൂടുതൽ എടുത്താൽ തിരിച്ചു വരുമ്പോ ഫോൺ ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ വരുള്ളൂ എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. ഫോണാന്നൊക്കെ പറഞ്ഞു. എന്തെടുത്തിട്ട് പോയാലും പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും വെക്കാൻ കിടക്കണ്ടാവും പറഞ്ഞു. അപ്പൊ ഓക്കെ ബൈ. രാത്രിയിൽ യാത്രയില്ല.